പ്രിയപ്പെട്ട അച്ഛ, ഇവിടെ പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ പോറ്റി വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെയായിരുന്നു അച്ഛ. നമ്മുടെ ഡ്രൈവർ അവൻ പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. എല്ലാം നേരിൽ പറയാം. ഉടനടി ഇവിടെ എത്തുക, ഒട്ടും വൈകരുത്. ശോഭ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാനിപ്പോ വരാം. ശരി സാർ, സാർ 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 മേൽലാസം തെറ്റി. മേൽലാസം തെറ്റിന്ന് അമ്മാവനേക്കേണ്ട കത്ത് അച്ഛന്റെ മേൽലാസമായി പോയി. ആരെങ്കിലും ഒരാള് വായിക്കട്ടോ, കാര്യം അറിഞ്ഞാ പോരെ. അല്ല സാർ, പിന്നെ മകളുടെ കല്യാണം നിശ്ചയിച്ചുള്ള കത്താ. പെണ്ണുപാടി കല്യാണം വന്നു. എന്താ അഡ്രസ്? KT നായർ, മലയിൽ ഹൗസ്, കുന്നംകുളം PO. താനൊന്ന് നോക്ക്, ഞാനും നോക്കാം. ഓ, ഇത് മാറ്റി KT നായർ, മിലിറ്ററി ക്വാർട്ടേഴ്സ്, ജമ്മു കാശ്മീർ. പുള്ളി യുദ്ധത്തിലാ. അതെ, വേറെ ഹലോ, ഐ ആം അഡ്വക്കേറ്റ് ദാമോദരൻ. എനിക്ക് താങ്കളെ അറിയാം. അതിന് ഞാൻ വേണം. അല്ല, എനിക്ക് താങ്കളെ അറിയാം. കൃഷ്ണക്കുറുപ്പിന്റെ മകളെ കെട്ടാൻ പോകുന്ന അമേരിക്കക്കാരൻ. അപ്പുറത്തെ കാർ നിർത്തുന്നത് ഞാൻ കണ്ടു. കൃഷ്ണക്കുറുപ്പിന്റെ അച്ഛനും കോമക്കുറുപ്പിന് താങ്കളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. എന്ത് കാര്യം? കൃഷ്ണക്കുറുപ്പിന്റെ ചില കുടുംബ രഹസ്യങ്ങൾ. ഞാൻ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിലും വലിയ വലിയ രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ എന്ന പേടിയായി കഴിയുന്നതിനായി ഞാൻ. അത് പറയരുത്. താങ്കളെ രക്ഷിക്കാനാണ് ഇത് പറയുന്നതെന്ന് വിചാരിച്ചോളൂ. ഞാന് ഒന്നും പറയണ്ട, വന്നാട്ടെ. വേണ്ടേ? എന്നാ അങ്ങോട്ട് പോ. എല്ലാം പോളയാണ്. എവറിത്തിങ് എംപ്റ്റി. ആ വീടും അവൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും 3 മാസത്തിനകം ഞാൻ ജപ്തി ചെയ്യും. അതോടെ കൃഷ്ണക്കുറുപ്പ് തെരുവാധാരമാകും. IPC 47 ഖണ്ഡികയിൽ പറയുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. സ്വത്താഗ്രഹിച്ചിട്ടൊന്നുമല്ല ഞാൻ ശോഭയെ കെട്ടുന്നത്. എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു 6 മാസം മുമ്പ് ഒരു ദുബായിക്കാരൻ ചെറുക്കനെ കൊണ്ട് തന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആ കൃഷ്ണക്കുറുപ്പ് ഒരു വിദ്യാനെ തന്റെ വീട്ടിൽ കുറെ കാലം താമസിപ്പിച്ചിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചില്ല എന്ന് മാത്രമല്ല, ആ പെണ്ണ് കുറെ കാലം ആശുപത്രിയിലായിരുന്നു. ബാക്കി കാര്യം ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു യച്ചി ബന്ധം വേണ്ടെന്ന് വെക്കുന്നതല്ലേ നല്ലത്? നമുക്ക് ആലോചിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നീ ഇവിടെ? അളിയ, നീ ഇവിടെ? എവിടെ? ഞാനിവിടെ അല്ലേ? ഹോട്ടലിൽ നിന്നൊക്കെ വിട്ടാ? ഹോട്ടൽ വിട്ടോ? അയ്യോ, വിട്ടോന്നല്ല, ഹോട്ടൽ വിറ്റോന്ന്. എന്റെ ഷെയറിൽ അച്ഛൻ നമുക്ക് തന്ന ഹോട്ടലില്ലേ, അത് വിറ്റോന്ന്. നീ അറിഞ്ഞില്ലേ? നല്ല എമൗണ്ട് കിട്ടി ഇല്ലേ? ഇല്ലേട്ടാ? അതല്ല അതല്ല, പിന്നെ നീ ഇവിടുത്തെ പുതിയ ഡ്രൈവർ ആയിരിക്കും. അങ്കിൾ നല്ല രഹസ്യം ഡ്രൈവറാണ്. ഇവനെ വെച്ചാൽ മതി. എടോ, താനെന്തൊരു പിടിച്ചാ പറയുന്നത്? എനിക്കറിയാം, ഡ്രൈവർ ശംഭു. അല്ല അല്ല, ഞങ്ങള് പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മാത്രമേ ഈ ടൊയോട്ടയും ബെൻസും ഇമ്പാലയൊക്കെ ഉള്ളൂ. അപ്പൊ അത് ഓടിച്ചാണ് ഞാൻ ഹോട്ടലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടത്. അതുകൊണ്ട് പിള്ളേർ കളിയാക്കി എന്നെ ഡ്രൈവർ ശംഭു എന്ന് വിളിക്കും. എന്തൊരു ഓർമ്മ. പിന്നെ അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവനെ കാണുന്നത്. അളിയോ, ഞാൻ നിന്നോട് പറയാൻ മറന്നു, ക്ഷമിക്കണം. ഞാൻ അമേരിക്കയിൽ പോയി, അമേരിക്കയിൽ നിന്ന് വന്നു. നിന്നെ കണ്ടുകൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു പറയുന്നു. ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. നീ ഇവിടെ എങ്ങനെ വന്നു? അളയാ, എനിക്കും ശരിയാവില്ല. നീ വാ. ആവൂല്ലെന്ന് മാത്രമല്ല, പലതും വെളിയിലാവും. അതെന്താ? സന്തോഷം കൊണ്ട് ഓവർ എക്സൈറ്റഡ് ആയി. ഈ ഓവർ എക്സസൈസ് ആയിട്ട് ഹാർട്ട് തകരാറാക്കരുത്. ഓപ്പറേഷൻ ഓപ്പറേഷൻ? നിനക്ക് അങ്കിൾ, ചേട്ടാ, അരുണ, ഞങ്ങൾക്ക് പരസ്പരം പലതും സംസാരിക്കാനുണ്ട്. ഉണ്ടാവും. പഴയ സ്നേഹന്മാർ നമുക്ക് കാണും, പലതും പറയാം. ഇതിലെന്തോ ഒരു കോനിഷ്ടുണ്ടല്ലോ. എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞാൽ നിന്റെ കഥ ഞാൻ കഴിക്കും. നീ ഒരു പുല്ലും ചെയ്തില്ലടാ, പുല്ലേ. കോമക്കുറുപ്പിന്റെ ചങ്കൂറ്റം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്റെ മരുമകനെ വലയിട്ട് പിടിക്കാൻ നോക്കുന്നതാണോടാ നിന്റെ നാറിയ ചങ്കൂറ്റം? നക്കി എരപ്പാളി. ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ നീ.
ഹലോ കേറ്റിയാന്നോ? ഇറക്കിന്നോ? അല്ല മിസ്റ്റർ കേറ്റിയുടെ വീടല്ലേ? ഹലോ, ഇത് സർദാർ കൃഷ്ണക്കുറുപ്പാണ്. സംഗതി സക്സസ് 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 എന്ന് പറഞ്ഞാൽ വിജയം പോയി. സംഗതി വിജയിച്ചു. ഒടുവിൽ നിങ്ങളുടെ മോൻ മുട്ടുമടക്കി. എന്റെ മോളെ അവന് വളരെ ഇങ്ങ് പിടിച്ചു. അല്ല, അവനവളെ പിടിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. അവനങ്ങനെ പെട്ടെന്ന് കയറി പിടിക്കുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ടായി സംശയം ഉണ്ടായത്. എന്നാ പിടിച്ചെന്ന് മാത്രമല്ല, കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. കല്യാണം ഉറപ്പിച്ചെന്നോ? ആരെ? അവനെ തന്തിയും തള്ളി കുടുംബക്കാരൊക്കെ ഉണ്ട്. എല്ലാരും ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ലെന്ന് അവൻ പറഞ്ഞു. കല്യാണത്തിന് ശേഷം അറിഞ്ഞാ മതി. നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നാ ഈ കല്യാണം നടക്കത്തില്ല. കൊളമാക്കരുത്. അതെന്തൊരു ഏർപ്പാടാ? ഞങ്ങൾ വരും. അപ്പോൾ നടന്നു കാണാൻ ആഗ്രഹമില്ലല്ലേ? താന് നശിപ്പിച്ച ഇടം അല്ലയോ? വരണ്ട വരണ്ട. കല്യാണത്തിന് ശേഷം ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാം. എന്നാ വേണ്ട. ഇനി ഞങ്ങൾ വന്നെന്ന് കരുതി കല്യാണം മുടങ്ങണ്ട. ഈശ്വര, എല്ലാം ഭംഗിയായി നടത്തിയേക്കണേ. നടന്നോളും. തന്നോട് ആര് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാൻ? ഞാനാണോ വിളിച്ചത്?